എല്ലാവർക്കും ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു സൂപ്പർ ഈസി ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ സൈഡിലോട്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ്. ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് ചെറുതായി. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കട്ട്ലറ്റിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നന്നായിട്ട് പിച്ചി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 2 ചെറിയ സവോളയാണ് ഞാൻ എടുത്തത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ആദ്യം ഇരുന്ന് വഴറ്റിയൊരു മസാല ഉണ്ടാക്കാം നമുക്ക്. ഇഞ്ചട്ടി പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മുടെ എണ്ണയിലോട്ട് നമുക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം. ഒരുപാട് എണ്ണയാവില്ല കട്ട്ലറ്റിന്. ഒരുപാട് എണ്ണ ആയാൽ ആ ടേസ്റ്റ് അങ്ങ് പോവും. ഇതൊരു ഫുൾ കംപ്ലീറ്റ് ആയിട്ട് വഴന്ന് കിട്ടുമൊന്നും വേണ്ട. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഒരുപാട് വഴന്നിട്ടില്ല, എന്നാലും ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിലോട്ട് ഇതിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത് ചേർക്കാനായിട്ട് ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, അത്ര തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നമുക്കിനി ഇത് മസാലയിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂക്കണം. നമ്മൾ അത്യാവശ്യം പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇതിന്. അതുകൊണ്ട് ഇത് അത്യാവശ്യം ആവശ്യത്തിനുള്ള എരിവുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് കുറയ്ക്കുക. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 150 ഗ്രാമോളം ഉള്ള ചിക്കനാണ്. ഞാൻ ചിക്കൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചതാണിത്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ മസാലയൊക്കെ ഒന്ന് ചിക്കനെ പിടിക്കാൻ വേണ്ടി. ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഈ മസാലയിലൊക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് അടച്ച് വെച്ചിതൊന്ന് വേവിക്കുക. നമുക്ക് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം. നമ്മുടെ കട്ട്ലറ്റിനുള്ള കൂട്ടിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം ചിക്കനിലും ഉപ്പിട്ട് വേവിച്ച കാരണം ഞാൻ നമ്മുടെ സവോള മസാലക്കൂട്ടിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഇച്ചിരി കൂടെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കൂട്ടായിട്ടുണ്ട്. ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് പൊട്ടറ്റോയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കട്ട്ലറ്റ് ഉണ്ടാക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഇത് ബോൾ ചെയ്തെടുക്കണം. നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ അതിനകത്തോട്ട് ചേർക്കാനായിട്ട് ഞാൻ പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു എഗ്ഗ് ഉണ്ട്. ഈ ഫുൾ എഗ്ഗ് വേണ്ട, നമുക്കിതിൻ്റെ മഞ്ഞ മാത്രം മതി. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മഞ്ഞ മാത്രം മതി. ഞാൻ ഇതൊന്ന് നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. മഞ്ഞ മാത്രം ഒന്ന് പൊടിച്ചത് നല്ലൊരു ബൈൻഡിങ് കിട്ടും ഇതിന്. പിന്നെ ഒരു ടേസ്റ്റും കൂടാണ്. ഇനി നമുക്ക് ഓരോ പൊട്ടറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ പൊട്ടറ്റോ ആണ് ചേർത്തേക്കുന്നത്. ചിലപ്പം ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. ഞാൻ ഒരുപാട് പൊട്ടറ്റോ ചേർക്കാറില്ല. ഇതാദ്യം ഇളക്കി നോക്കുക, മിക്സ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഈ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനകത്ത് മിക്സ് ചെയ്ത് ചേർത്ത് നോക്കാം. ഇതാണ് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഇത് കണ്ടോ, ഞാനിങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇതിന് ഇത്രയും പൊട്ടറ്റോയുടെ ആവശ്യമേ ഉള്ളൂ. നമുക്കിത് ബോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി കണ്ടല്ലേ, നല്ല പെർഫെക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ കട്ട്ലറ്റിന് ഒരുപാട് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കല്. ഒരുപാട് പൊട്ടറ്റോ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെയും ടേസ്റ്റും പോവും. പിന്നെ അതുപോലെ കട്ട്ലറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. കണ്ടല്ലേ, നമുക്ക് ഈ ഒരു ഇത് മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ബോൾസായിട്ട് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അതേപോലെ ഒരു മുട്ട ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഞാനൊരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഒരു ബോൾ എടുക്കുക, മുട്ടയിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ മുക്കുക. ഏത് ഷേപ്പ് വേണോ ആ ഷേപ്പിലാക്കുക. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കട്ട്ലറ്റ് ഇട്ട് വറുത്തെടുക്കാം. നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വൺ സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം മൂത്തിട്ടുണ്ട് നന്നായിട്ട്, കണ്ടില്ലേ? ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കിയും കൂടെ എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നല്ലൊരു പാത്രത്തിലോട്ട് മാറ്റാം. കട്ട്ലറ്റൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.